അടുത്തൊരു മുംബൈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കൊണ്ടുവിട്ട ശേഷം ബാലചന്ദ്രൻ പോവുകയാണ് അലീനെ. ആ സമയത്ത് ഭയങ്കര വിഷമത്തോട് പോവുകയാണെങ്കിലും വിളിക്കുന്നുണ്ട്. മോളെ ഇവിടെ ഒരു നിമിഷം പോലും പിരിയാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക്. ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയപ്പോഴത്തേക്ക് എന്തോന്നില്ലാത്ത ഒരു വിഷമം തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് അലീന പറയുക, എനിക്കും അതുപോലെ തന്നെയാണ്, എന്നെ എവിടെയോ കൊണ്ടുവിട്ട ഒരു ഫീലിംഗാണ് എനിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, സ്വന്തം അച്ഛൻ്റെ അടുത്താണല്ലോ വന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്നാലും എന്നും എനിക്ക് ആദ്യം അച്ഛനാ, അത് പപ്പയായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ ഇപ്പോഴും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് കരയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്തായാലും എനിക്ക് വീണ്ടും അങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ട്, ഞാൻ പറ്റുമെങ്കിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛന് എപ്പോഴും വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, എനിക്കാണെങ്കിൽ എല്ലാവരും കാണണമെന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന ബാലചന്ദ്രനെ കുറിച്ച് പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത് പറയുക, എന്ത് പറഞ്ഞിരുന്നാലും നിങ്ങൾക്കാണെങ്കിൽ ഒരു ന്യായങ്ങളുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഒരു പാഠമായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ എന്ന് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ടും പറയുക, ഞാനാണെങ്കിൽ ഈ റൂമെല്ലാടവും ഈ വീടും മൊത്തം നോക്കാൻ വന്നപ്പോഴത്തേക്കും ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ റൂമിൽ വന്നപ്പോൾ തന്നെ എനിക്കാണെങ്കിൽ കാണാൻ കഴിഞ്ഞത് എന്താ, മദ്യക്കുപ്പിയായിട്ടിരിക്കുന്നത്. ഇതൊന്നുമല്ല വീട്, ഞങ്ങളെ വീടുണ്ടായിരുന്നു സ്വർഗം പോലെയാണ്. ഞാൻ കുറച്ച് നാൾ അവിടെ ഉണ്ടെങ്കിലും ആ അച്ഛൻ്റെ സ്നേഹം എനിക്ക് ഒരുപാട് കിട്ടി, അതുകൊണ്ട് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ജോസഫ് ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ്, ഒന്നും മിണ്ടാതെ, എന്ത് പറയണമെന്നറിയാതെ. ഇത് കേട്ടതും സ്റ്റാൻലി ജോസഫ് പറയുക, മോള് എൻ്റെ മോളാ, ഞാനാണെങ്കിൽ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇനി ആരെ സ്നേഹിച്ചെന്നാലും ശരി തന്നെയാണ്, എൻ്റെ മോളായിട്ട് എന്നും ഇവിടെ തന്നെ നീ ഉണ്ടായിരിക്കണം, അത് മാത്രമേ എനിക്കിപ്പോൾ ആഗ്രഹമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ ഇങ്ങനെയൊക്കെ പറയാൻ ഞാനാണെങ്കിൽ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. എന്നെ ആദ്യം മുതൽ എൻ്റെ ജീവിതത്തിനെക്കുറിച്ച് നോക്കിയാൽ ഞാനാണെങ്കിൽ ഒറ്റപ്പെട്ടവളായിരുന്നു. എനിക്ക് ഒരു വീടായിട്ട് കിട്ടിയതും അതുപോലെ തന്നെ ഒരു അച്ഛൻ്റെ സ്നേഹം തന്നതും ബാലചന്ദ്രൻ അങ്കിളാണ്. എനിക്ക് അതുപോലെ അങ്കിളെന്ന് വിളിച്ചു തുടങ്ങിയ ഞാനാ പിന്നെ ഞാൻ അച്ഛാന്ന് ആക്കിയത്. അച്ഛൻ പറഞ്ഞിട്ട് എനിക്ക് ആദ്യത്തെ സ്ഥാനം ആ അച്ഛന് കൊടുക്കാനേ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇത് കേട്ടിട്ട് പറയുക സ്റ്റാൻലി, എനിക്ക് എൻ്റെ മോളാണെന്ന് എനിക്കറിയാലോ, പിന്നെ മോളാണെങ്കിൽ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ജോലി ചെയ്യുന്ന അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ പറയുന്നുണ്ട്. എന്തായാലും ഈ കൊണ്ടുവന്ന ആൾ ആരാ എന്നൊക്കെ ചോദിക്കുന്നു അലീൻ്റെ അടുത്ത്. അതെൻ്റെ അച്ഛൻ. അപ്പോൾ ഇവിടുത്തെ ആളോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ പപ്പ എന്നിങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മനസ്സുകൊണ്ട് വിചാരിക്കുക, ഇതെന്താ രണ്ടുപേരും അച്ഛനോ, എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടതും പറയുക, നിങ്ങളാണെങ്കിൽ തോറ്റു കൊടുക്കരുത് ഒരിടത്തും, നിങ്ങൾ ജയിക്കണം എപ്പോഴും, അത് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ, ഇനിയും അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ജോലിക്ക് നിൽക്കുന്ന ആൾ പറയുന്നുണ്ട്. ഇത് കേട്ടതും സ്റ്റാൻലി ജോസഫ് പറയുക, എന്തായാലും നിങ്ങൾ ഇവിടുത്തെ ജോലിക്ക് നിൽക്കുന്നെങ്കിൽ അത് മാത്രം അന്വേഷിച്ചാൽ മതി, അല്ലാതെ വീട്ടുകാർ അന്വേഷിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സങ്കടത്തോടെ അയാൾ വിചാരിക്കുന്നുണ്ട്, ഇത്രയും കാലം അങ്ങനെയല്ലായിരുന്നു സാർ ഞങ്ങളടുത്ത് പെരുമാറിയിരുന്നത്, പക്ഷേ ഇപ്പോൾ ഈ കുട്ടി വന്നത് മുതൽ ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു, അത് ജീവിതത്തിലും ഉണ്ടായിരിക്കണം എന്നൊക്കെ അയാൾ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീന പറയുക, എനിക്കാണെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം, ഞാൻ അതേ ശീലിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എന്നെ ഒന്നിനും മാറ്റി നിർത്തരുത്. ആ സമയത്ത് അയാൾ പറയുക, വേണ്ട, ഞങ്ങളടുത്ത് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, എന്ത് സഹായത്തിനും എന്തും ചെയ്തു കൊടുക്കണമെന്ന്, അതുകൊണ്ട് അവിടെ ഇരുന്നാൽ മാത്രം മതി, ഞങ്ങളെല്ലാം ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ, എനിക്കാണെങ്കിൽ എൻ്റെ ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം, അതുമാത്രമല്ല എനിക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം, അല്ലാതെ ഞാനൊരു വേലക്കാരിയായിട്ടാണ് ഞാൻ ജീവിച്ചത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു വീട്ടമ്മയായിട്ടിരിക്കാൻ എനിക്കൊരു ആഗ്രഹവുമില്ല, എന്നുവെച്ചാൽ കൊച്ചമ്മ ചവഞ്ഞിരിക്കാനുള്ള ഒരാഗ്രഹവും എനിക്കില്ല, എനിക്ക് അങ്ങനെയല്ല ഞാൻ വളർന്ന സാഹചര്യം എന്നൊക്കെ പറയുന്നുണ്ട്.
ഇത് കേട്ടതും പറയുക, മോള് കല്യാണം കഴിച്ച് ഇവിടുന്ന് സാർ അയക്കുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കുമോ അവർ വീട്ടുകാരെ നോക്കും, അപ്പോഴത്തേക്കും ഒരു വീട്ടുകാരെ നോക്കിയാൽ മതി. ഇപ്പോൾ കുറേ കഷ്ടപ്പെട്ടതല്ലേ, ഇനിയും മോള് രാജകുമാരി പോലെ ഇവിടെ വാഴണം, അതാ സാറിൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഞങ്ങളടുത്ത് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മോള് ഒരു ജോലിയും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ പറയാൻ വേണ്ടി സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് പോവുകയാണ് അലീന. ഇത് പോകുന്നത് കണ്ടിട്ട് പറയുക, ഞാനാണെങ്കിൽ എനിക്ക് എല്ലാ കാര്യത്തിലും എൻ്റെ കാര്യം ഞാൻ നോക്കുന്നതാണ് എനിക്കിഷ്ടം. എന്തായാലും എന്നെ ഭരിക്കുന്ന ഒരാൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവിടെ വെച്ച് ബാലചന്ദ്രൻ അങ്കിള് എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾ. പക്ഷേ അതുപോലെ ആയിരിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഞാൻ കേട്ടതല്ലേ, പക്ഷേ മോളെ ഇവിടെ എന്നെ ഏറ്റെടുക്കണമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ തീയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ, എൻ്റെ ജീവിതം ഇനി എങ്ങനെയായിരിക്കുമെന്നറിയാതെ. പക്ഷേ മോളെ കണ്ട നിമിഷം എൻ്റെ അമ്മച്ചി പോലെയും അതുപോലെ എൻ്റെ മൂത്ത മോളെപ്പോലെയും ആയിരിക്കുന്നത്. എൻ്റെ മകൾ തന്നെ അല്ലേ, അതുകൊണ്ട് മാത്രമാണ് ഞാനാണെങ്കിൽ ആരെയും ഒന്നും വകവയ്ക്കാതെ തന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് പോലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നത്. അത് എൻ്റെ മോളായതുകൊണ്ട് മാത്രമാണ്, അത് മനസ്സിലാക്കിയാണ് ഇവിടെ ജീവിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഉറപ്പ് നൽകിയ ബാലചന്ദ്രന് നിന്നെ ഒന്നിനൊരു കുറവില്ലാതെ നോക്കിക്കോളുമെന്ന്. അതുപോലെ ആയിരിക്കും ഇവിടെ, അല്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്താണ് ആദ്യം പറയാൻ എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്. ഇത് കേട്ടത് അലീന പറയുക, എനിക്കാണെങ്കിൽ ഒരു ഇഷ്ടക്കേടുകളോ എനിക്കില്ല ഇത്രയും കാലമായിട്ടും, ഇനി അങ്ങനെ ഉണ്ടാകുകയില്ല. നിങ്ങളെങ്ങനെയാണോ എൻ്റെ അടുത്ത് പെരുമാറുന്നത് അതേ സ്നേഹം എനിക്ക് തിരിച്ചുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അലീന. ആ സമയത്ത് ഒരു ഹോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് പുറത്താരോ വന്നതായിട്ട് അങ്ങനെ പുറത്തു പോയി നോക്കുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഞെട്ടി നോക്കുന്നുണ്ട് അലീന. എന്നാലും തിരിച്ച് വന്നു, എന്തായാലും ഒരു നോക്ക് കാണാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എനിക്ക് അങ്ങോട്ട് പോയപ്പോൾ മുതൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, നിന്നെ ഇവിടെ ഇട്ടിട്ട് പോയില്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മോളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്, അങ്ങനെ ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് നടയിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അലീന. ഇത് കണ്ടിട്ട് സ്റ്റാൻലി ജോസഫ് വരുന്നുണ്ട്. വന്നിട്ട് ചോദിക്കും, ആരാ വന്നത്? അത് അച്ഛൻ എന്ന് അലീന പറയുന്നുണ്ട്. എന്താ ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ വന്നത്? അത് പോയപ്പോഴത്തേക്കും ഒന്ന് കാണണമെന്ന് തോന്നിയെന്ന്, അങ്ങനെ തിരിച്ച് വന്നിട്ട് പോയതാ. അത്രയ്ക്കും സ്നേഹമായിരുന്നു അല്ലേ മോളെടുത്ത് അയാളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, എൻ്റെ ഒരു അച്ഛനെ സ്നേഹം തന്നു, എല്ലാം അറിഞ്ഞിട്ടും എൻ്റെ അമ്മയാണെന്ന് വൈജയന്തി മേഡം വന്ന് അറിഞ്ഞിട്ടും എന്നെ ഇത്രത്തോളം സ്നേഹിച്ചു. ആ വീട്ടിൽ എന്നെയും ഇത്രത്തോളം നിർത്തിയതും ആ അച്ഛനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അതൊന്നും മറക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ജോസഫ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് അലീന വിചാരിക്കുകയാണ് മനുവിനൊന്ന് ഫോൺ ചെയ്യാമെന്ന്. അങ്ങനെ മനുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. മനു ആണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ. അങ്ങനെ ഫോൺ വന്നതും പറയുക, നിനക്കാണെങ്കിൽ ഇപ്പോഴെങ്കിലും എന്നെ വിളിക്കാൻ തോന്നിയല്ലോ എന്നൊക്കെ. എനിക്ക് എന്താ പറയുക, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇവിടെ വന്നേ പിന്നെ എനിക്ക് എന്തോന്നില്ലാത്തൊരു മാറ്റം എനിക്ക് എന്നെ തോന്നുന്നുണ്ട്. ആ സമയത്ത് പറയുക, ഞാൻ അടുത്തുണ്ടെന്ന് വിചാരിച്ചാൽ മാത്രം മതി, എത്ര ദൂരെയായിരുന്നാലും ഞാൻ വിളിക്കും, എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയണം എന്നൊക്കെ പറയുന്നുണ്ട് മനു അലീനയുടെ അടുത്ത്. ആ സമയത്ത് സന്തോഷത്തോടെ ഫോൺ സംസാരിക്കുകയും അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ശിവനും ഗംഗാധരനും അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ആരാ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അലീനയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കമല പറയുന്നുണ്ട്, അവൾ ഇവിടുന്ന് പോയിട്ടും എന്തിനാ വീണ്ടും കിടന്ന് വിളിക്കുന്നേ? യവനെ എന്തിനാ വിളിക്കുന്നത്? എത്രയായിരുന്നാലും യവൻ എന്തോന്നോ മയക്കി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അവൾ ഇനിയും ഇങ്ങോട്ട് കിടന്ന് വിളിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ എന്തിനാ അവളെ മനുവിനെ വിളിക്കേണ്ട കാര്യം? നിങ്ങളൊന്ന് ചോദിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ഗംഗാധരൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഗംഗാധരൻ പറയുക, നിൻ്റെ കാര്യം നീ നോക്ക്, അവനാണെങ്കിൽ ഒരു ഫോൺ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഈ വീട്ടിലെ കേസും അതുപോലെ തന്നെ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കിയത് അവൾ ഒറ്റ ഒരുത്തിയാണ്. അവളെ എന്തിനാണ് നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും പറയുക, നിനക്കാണെങ്കിൽ നിൻ്റെ കാര്യം നീ മാത്രം നോക്കിയാൽ മതി, ഇനി നീ ഇതിലൊന്നും ഇടപെടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മോനെയും കോടതി കയറ്റിയതും അതുപോലെ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതും അവളാണ്. അതുകൊണ്ട് എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ മോൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചവളാണ് എന്നൊക്കെ പറയുന്നുണ്ട്.
ഇത് കേട്ടത് ഗംഗാധരൻ പറയുക, അത് നിൻ്റെ മോൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് അവളെ തെറ്റൊന്നും പറയരുത്. അവൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നീ ഇനി ഒരിക്കലും ആരുടെ പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇനിയും പറയും എന്ന് പറയുന്നുണ്ട്. എങ്കിൽ എനിക്ക് നിൻ്റെ അടുത്ത് ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനുവും ഗംഗാധരനും പോകുന്നുണ്ട്. ആ സമയത്ത് മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്കാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അത് നടത്താം, പക്ഷേ അത് സമയമുണ്ട്. ആദ്യം വൈജയന്തി ഒന്ന് അറിയട്ടെ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ പറയുന്നത് കേട്ടില്ലേ, ഇതുപോലെ ആയിരിക്കും ഇനി അവളുടെ ഒരു മനസ്സിൽ അവളുടെ ചിന്ത പോലെ ആയിരിക്കും ഇവളുടെ ചിന്തയും. അതുകൊണ്ട് അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി എല്ലാവരും എല്ലാം അറിയണം. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ ഗംഗാധരൻ മനുവിൻ്റെ അടുത്ത് പറയും. വൈജയന്തി മനുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. നീയാണെങ്കിൽ എന്നെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയെങ്കിലും ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്കറിയാമല്ലോ എന്താണെന്ന്. ഞാൻ ഇനി പറഞ്ഞു തരണോ? ആ അലീനെക്കുറിച്ച് തന്നെ. അവൾ ഈ വീട് മൊത്തം മുടിപ്പിച്ചിട്ടാണ് പോയത്. ആഭരണങ്ങളും സ്വർണ്ണങ്ങളും വസ്ത്രങ്ങളും എല്ലാം കൊണ്ടുപോയി. എന്നാൽ എനിക്ക് അറിയുന്നില്ല ഇതെന്താണെന്ന്. ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ നീ എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ ബാലചന്ദ്രൻ വന്നിട്ട് എന്നെ എന്ത് ചെയ്യുമെന്നാണ് നീ പറയുന്നേ? അത് ഞാൻ ഇപ്പോൾ ഒന്നും പറയണില്ല ആൻറ്റി, അപ്പോഴത്തേക്ക് മനസ്സിലാവും. ആൻറ്റി ഇതുവരെ അത് കളഞ്ഞില്ലേ? എന്താ ആൻറ്റി അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ എന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാനത് ഒരിക്കലും മറക്കില്ല. പിന്നെ ഒരു കാര്യം കൂടെ, പിന്നെ എന്തിനാ ഇതൊക്കെ വാരിക്കോരി അവൾക്ക് കൊടുത്തത്? അത് ഇവിടെ കാണിച്ച സേവനത്തിനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് മനു. എന്ത് സേവനം ആമ ഇവിടെ കാണിച്ചത്? ഇവിടെ മനസ്സിലായില്ലേ? ഇതിന് മുമ്പേയും വേറെ ജോലിക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും ബാലചന്ദ്രൻ ഇങ്ങനെയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ അവൾ എന്ത് മഹത്വമാണ് ഇവിടെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എന്താണെന്ന് ആൻറ്റിക്ക് അറിയില്ലേ? രോഹിത്തിനെ അവിടെ ഒരു കേസിൽ നിന്ന് രക്ഷിച്ചു. അത് മാത്രമോ, ബാലചന്ദ്രന് സുഖമില്ലായിരുന്ന സമയത്ത് കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതുമാത്രമല്ല, വീണ്ടും അവൾ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ആ വീട്ടിന് വേണ്ടി. ആൻറ്റി ഇല്ലായിരുന്ന സമയത്തും അതൊക്കെ കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മാത്രം എന്ത് ഇതാ? അവളാണെങ്കിൽ എന്തിനാ ഈ കേസൊക്കെ ഒഴിവാക്കാൻ പോയത്? അവൾ തന്നെയാണ് തെറ്റുകാരി. അതുകൊണ്ട് നീ ഇനി അവളെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അടുത്ത് പറയരുത്. ഞാൻ ഇതിനല്ല വിളിച്ചത്. ഇത്രയും നേരമായിട്ട് ബാലചന്ദ്രൻ ഇവിടെ എത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞങ്ങൾ പതുക്കെ വരുവുള്ളൂ. ആൻറ്റി കുഴപ്പമില്ല, ആൻറ്റിയാണെങ്കിൽ കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ ഉറക്കം വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണത്ത് പറയുക, നിൻ്റെ അച്ഛൻ ഇത്രയും നേരമായിട്ടും ആയി വന്നില്ലല്ലോ, 8 മണിയായി എന്ന് ഇതുപോലെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അച്ഛൻ വരും, അച്ഛൻ ഒരു ആവശ്യമായിട്ട് പോയതല്ലേ, കൊണ്ടുവിട്ടിട്ട് ചേച്ചി കൊണ്ടുവിടാൻ പോയതല്ലേ, പോയിട്ട് പതുക്കെ വരുവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങളാ അലിനെ ചേച്ചിയെ എല്ലാം നല്ല രീതിയിൽ ഒരുക്കിയൊക്കെ വിട്ടത്, എല്ലാം ഇട്ട് ആഭരണങ്ങളൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ സമ്മതത്തോടു കൂടി അച്ഛൻ ഇതെല്ലാം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അമ്മ അച്ഛനെ മാത്രം കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഞങ്ങളോട് ചോദിച്ചിട്ടേ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ അലീന ചേച്ചിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് അമ്മ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളെ മാത്രം പറയരുത്, അച്ഛനെയും മാത്രം പറയരുതെന്ന് ഞാൻ പറയില്ല, നമ്മളെയാണ് പറയേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും പറയുക, നമ്മളായിരുന്നാലും നിങ്ങളായിരുന്നാലും എനിക്ക് അതൊന്നും കേൾക്കണ്ട. എൻ്റെ ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം തന്നെയാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഇവിടെ വന്നത് തന്നെ. അത് മനസ്സിലായല്ലോ. ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, ഈ അമ്മ എന്ത് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാവോ, എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് അമ്മ ആരെയും കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഇത് കേട്ട ഉടനെ വൈജയന്തിയാണെങ്കിൽ വിഷമത്തിൽ അങ്ങോട്ട് നീങ്ങി നിൽക്കുക. ആ സമയത്ത് പോവുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണ. ആ സമയത്ത് പറഞ്ഞ ആ ഒരു വാക്ക് അത് വൈജയന്തിക്ക് നല്ല വേദനിച്ചെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണയ്ക്ക്. അങ്ങനെ കൃഷ്ണ പോവുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബബിത വരുന്നുണ്ട്. ഇനി എന്തിനാ എപ്പോഴും വഴക്ക് കൂടുന്നേ? അമ്മ വന്ന് ആഹാരം കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ വന്ന് കഴിച്ചോളാം, എനിക്കാണെങ്കിൽ ഒന്നാതെ ഒരു സമാധാനം ഇല്ല, നിങ്ങളാണെങ്കിൽ ഒന്ന് പുറത്ത് പോവോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ പുറത്തുനിന്ന് പറയുക, വാ അമ്മ സമാധാനത്തോടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട് കൃഷ്ണയെ. എന്താ അച്ഛാ ഇത്രയും താമസിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വന്നുകൊണ്ടിരിക്കുക, ഉടനെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട്. മനുവിൻ്റെ ഓരോ വാക്കുകളും അതുപോലെ തന്നെ കൃഷ്ണ പറഞ്ഞ വാക്കുകളും വെച്ച് വൈജയന്തി ചിന്തിക്കുകയാണ്, എന്താ ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയണതിൻ്റെ അർത്ഥം, എനിക്കത് മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈജയന്തി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അലീനയെ ചേർത്ത് പിടിച്ച് അലീനയെ നല്ല രീതിയിലുള്ള നല്ലൊരു വീടും അതുപോലെ തന്നെ നല്ലൊരു കിടപ്പുമുറിയും ഒരുക്കിയിരിക്കുക. ആ സമയത്ത് പറയുന്നുണ്ട്,
ബാലചന്ദ്രനാണെങ്കിൽ എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ സൗകര്യം തന്നത് ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷേ പണ്ട് ഞാൻ താമസിച്ചിരുന്നത് ഓർഫനേജിലായിരുന്നു. അവിടെയാണെങ്കിൽ തറയിലൊരു പാ വിരിച്ചാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. ഇന്ന് എനിക്ക് ഇത്ര സൗഭാഗ്യം കിട്ടിയാലും എനിക്ക് കിട്ടാത്ത ഒന്ന് മാത്രമേ പണ്ടുണ്ടായിരുന്നുള്ളൂ, സ്നേഹം. അതിന് മാത്രമേ ഞാൻ കൊതിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നിനുമല്ല എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാൻലിയുടെ അടുത്ത് അലീന. അലീന ഈ പറയുന്നത് കേട്ടിട്ട് സങ്കടത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട് അലീനയെ. ഇനി അതൊന്നും ആലോചിച്ച് ചിന്തിക്കേണ്ട, എനിക്കൊന്നും അറിയില്ലായിരുന്നു മോള് അവിടേക്ക് താമസിച്ച കാര്യമൊന്നും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി വിഷമിക്കരുത്, സന്തോഷത്തോടെ ഇരിക്കണം, എല്ലാവർക്കും ഉണ്ട് മോള് എന്നൊക്കെ പറയുന്നുണ്ട് അലീനയുടെ അടുത്ത് സ്റ്റാൻലി ജോസഫ്.